എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ബ്രെഡ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എഗ് ആൻഡ് ചീസ് ബ്രെഡ് സാൻഡ്വിച്ചാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിന് വേണ്ടിയിട്ട് ഞാൻ 6 സ്ലൈസ് ബ്രൗൺ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ഞാൻ ഒരു ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ കട്ടർ, ഇത് ഏത് ഷേപ്പായാലും മതി, വട്ടത്തിലുള്ളതോ സ്ക്വയർ ആയിട്ടുള്ളതോ എങ്ങനെയെങ്കിലും ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ആ പോർഷൻ മാറ്റിയെടുക്കുക. അതുപോലെ 3 സ്ലൈസിൽ ചെയ്ത് വെക്കാം. ബാക്കി 3 സ്ലൈസ് സാൻഡ്വിച്ച് പോലെ മുകളിൽ വെക്കാനാണ്. ഇനി ചൂടായി കിടക്കുന്ന ഫ്രൈയിങ് പാനിൽ അല്പം ബട്ടർ ഇട്ടു. തീ കുറച്ച് വെച്ചേക്കണം. നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ബ്രെഡ് വെച്ച് കൊടുത്തു. ഒരു മുട്ട അതൊന്ന് പതുക്കെ പൊട്ടിച്ച് നടുക്കോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ അല്പം ചില്ലി ഫ്ലേക്സ് ഇടുകയാണ്. നിങ്ങളുടെ കയ്യിൽ പെപ്പർ പൗഡറാണുള്ളതെങ്കിൽ അത് മാത്രം ഇട്ടാലും മതി. ഇവിടെ നമുക്ക് സ്പൈസി ആയിട്ട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചില്ലി ഫ്ലേക്സ് ഇടുകയാണ്. പിന്നെ ഗാർലിക് പൗഡർ, അതിൻ്റെ ഫ്ലേവർ നല്ല ചേരും ഇതിൻ്റെ കൂടെ. പിന്നെ ഇടുന്നത് ഒറിഗാനോ, അതും ഞാൻ ഒന്ന് തൂവി കൊടുക്കുകയാണ്. പിന്നെ ഇടേണ്ടത് ഉപ്പാണ്. ഇത് ഞാൻ അൺസോൾട്ടഡ് ബട്ടർ ആയതുകൊണ്ട് ഉപ്പ് കുറവാണ്. അപ്പം മുട്ടയിലും ഇതിനകത്തുമൊക്കെ പിടിക്കാനായിട്ട് അല്പം ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുന്നു. ഇനി ചീസ് സ്ലൈസ്, നമുക്ക് ഗ്രേറ്റഡ് ചീസും യൂസ് ചെയ്യാം. ഇതിപ്പം ഞാൻ ചീസ് സ്ലൈസ് ആകുമ്പം നമുക്ക് വെക്കാൻ എളുപ്പമാണ്. ചീസ് സ്ലൈസ് മുകളിലായിട്ട് ഇങ്ങനെ പതുക്കെ വെച്ച് കൊടുക്കുക. ഇനി അടുത്ത ഇങ്ങനെ കട്ട് ചെയ്യാത്ത ഒരു ബ്രെഡ് മുകളിൽ വെച്ച് കൊടുത്തു. ഇനി ബട്ടർ ഒന്ന് മുകളിൽ ഒന്ന് പതുക്കെ ഒന്നിങ്ങനെ പുരട്ടി കൊടുക്കാം. ഇതിനി ഒന്ന് അടച്ചു വെച്ച് വേണമെങ്കിൽ 1 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാവുന്നതാണ്. ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ടാവും, നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. കണ്ടോ, മുട്ട നടുക്കും ഇങ്ങനെ കുക്കായിട്ടുണ്ടാവും. മറ്റേ വശവും അതുപോലെ ബട്ടർ തേച്ചിട്ടുള്ളതുകൊണ്ട് ആ സൈഡ് നല്ല ബ്രൗൺ ആയിട്ട് വരും. പിന്നെ അകത്തുള്ള മഞ്ഞ അത് കുക്കാവണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ വെച്ചേക്കണം. ഇനി അത് ഒലിച്ച് വരുന്ന രീതിയിൽ ഇഷ്ടമാണെങ്കിൽ അധികം നേരം വെക്കണ്ട, വേണമെങ്കിൽ ഒന്നുകൂടെ അടച്ചു വെക്കാവുന്നതാണ്. ഇതുപോലത്തെ ഏതെങ്കിലും ഒരു അടപ്പ് കൊണ്ട് അടച്ചു വെക്കാവുന്നതാണ്. ഒരുപാട് അങ്ങ് പ്രസ് ചെയ്യണ്ട, അതിനകത്ത് മഞ്ഞ ചിലപ്പോൾ പൊട്ടി പുറത്തേക്ക് വരും. അതെ, ഒരു സെമി കുക്കായിട്ടിരിക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അത് ഒരു സൈഡ് കൂടെ മുരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ആവശ്യത്തിന് ചീസ് മെൽട്ടായിട്ടും ഉണ്ട്. നമുക്കിനി പ്ലേറ്റിലോട്ട് മാറ്റാം. വീണ്ടും ചെറിയൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തു. വീണ്ടും ഒരു സ്ലൈസ് ബ്രെഡ് വെച്ചു. ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്.
ചില്ലി ഫ്ലേക്സ് ഇടുന്നു. ഇതൊന്നും ഇല്ലയെന്ന് വെച്ചാൽ വിഷമിക്കേണ്ട. ഇപ്പം കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടാലും മതി. ഇങ്ങനെ ചേർക്കുമ്പം ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. പല രീതിയിൽ മാറ്റി മാറ്റി ചെയ്യാം. ഇനി സോസ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ അല്പം സോസൊക്കെ ഇടാം. നമ്മൾ സോസ് കൂട്ടിയാണ് കഴിക്കുന്നത്, അതുകൊണ്ട് ഇത് വേറെ ചേർക്കാത്തത്. ഉപ്പിടുകയാണ്. അടുത്തൊരു ചീസ് സ്ലൈസ് ഞാനിങ്ങനെ മുറിച്ചിടുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ നോക്കാവുന്നതാണ്. ഗ്രേറ്റ് ചെയ്യുന്ന ചീസാണെങ്കിൽ അങ്ങനെ ഇടാം. അടുത്തൊരു സ്ലൈസിൽ ഞാനിങ്ങനെ ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. ഇതെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു സാൻഡ്വിച്ചാണ്. അതിനി ഇങ്ങനെ മുകളിൽ വെച്ച് കൊടുക്കുന്നു. ഒരുപാട് പ്രസ് ചെയ്യാതെ ഒന്നിങ്ങനെ വെച്ച് വെയിറ്റ് ചെയ്യുക. ചീസൊക്കെ മെൽറ്റായിട്ട് രണ്ടും കൂടെ ചേർന്ന് നല്ല കോമ്പിനേഷനായിട്ടിരിക്കും. അടച്ചു വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അടച്ചു വെക്കുകയും ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അടച്ചു വെച്ചാൽ കുറച്ചുകൂടെ ആ മുട്ടയുടെ മഞ്ഞ കുക്കായിട്ട് വരും, അല്ലെങ്കിൽ കുറച്ചുകൂടി ലൂസായിരിക്കും. അത്രയേ ഉള്ളൂ. ഇങ്ങനെ ചീസും ഒക്കെ മെൽട്ടായി കറക്റ്റ് കുക്കായിരിക്കുകയാണ്. മുട്ട കാണുന്ന ഭാഗം മുകളിലായിട്ട് എടുക്കുന്നതാണ് നല്ലത്. എന്ന് വെച്ചാൽ നമ്മൾ മുറിച്ച് കഴിക്കുമ്പോൾ ഒലിക്കുകയാണെങ്കിലും അത് അടിയിലോട്ട് പോകത്തില്ല. ഇനി നമുക്ക് ഒരു സാൻഡ്വിച്ചും കൂടെ ചെയ്യാം. ഇപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് പാൻ ആയതുകൊണ്ടാണ് ഈ കുറച്ച് വെള്ളം വെളിയിൽ പോകുന്നത്. ഇങ്ങനത്തെ ഡിസൈൻ ഇല്ലാത്ത പ്ലെയിൻ പാൻ ആണെങ്കിൽ ഒട്ടും വെളിയിൽ പോകത്തില്ല. അപ്പം അങ്ങനത്തെ ടൈപ്പ് എടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് അതിനകത്ത് നിൽക്കും. ഇതിപ്പം ആ ഒരു ഡിസൈൻ കിട്ടാനായിട്ടാണ് ഞാൻ ഈ പാൻ തന്നെ എടുത്തത്.
എൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അലക്സ് അഞ്ജന ഫുഡി ലൈഫ് സ്റ്റൈൽ. ബൈ.